വരുന്നു. അല്ല 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 അതല്ല മോളെ, അല്ലടി അതല്ല. എന്താ സത്യേട്ടാ യൂണിഫോം തേച്ചോ നീ? ആഹാ, ഇതിനാണ് എന്നെ വിളിച്ചത്. എന്റെ പായി നല്ല പച്ച തെറിയായിക്കോട്ടെ സത്യേട്ടാ. അടുക്കളയിൽ അവിടെ 100 കൂട്ട് പണിയെടുത്തോണ്ടിരിക്കുമ്പോഴേ ഓരോന്ന് പറഞ്ഞ് വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുന്നേ. അച്ഛനും മോൾക്കൂടെ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരുന്നാ മതിയല്ലോ, അല്ലാതെ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ആർച്ചയെന്ന് പറഞ്ഞോണ്ട് കിടന്ന് വിളിച്ചോണ്ടിരിക്കും. അമ്മ എന്തിനെങ്ങനെ ചൂടാവുന്നേ? ഈ ഗെയിം കളിക്കാൻ ഭയങ്കര പാടാ. നീയും അച്ഛന്റെ കൂടെ കൂടിക്കോ. എടി, നീയും വലുതാവും. എന്നിട്ട് ഇതുപോലൊരു മുതലിനെ നീയും കല്യാണം കഴിക്കും. എന്നിട്ട് നിന്റെ ഭർത്താവ് നിന്റെ മോളും കൂടെ അവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ട് നിന്നോട് ആ വീട്ടിലെ പണി മുഴുവൻ എടുക്കാൻ പറയുന്ന നിന്നെ അപ്പു നമുക്ക് അറിഞ്ഞു കിടന്ന് വിളിക്കുമ്പോഴേ നീ പഠിക്കൂ. അതിന് ഞാൻ കല്യാണം കഴിക്കുന്നില്ലല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ നിനക്ക് കുഴപ്പം. എനിക്ക് പറ്റിയ പോലത്തെ ഒരു അബദ്ധം നിനക്ക് പറ്റരുതല്ലോ. മോളെ, മോള് കളിക്കേ. അച്ഛൻ അമ്മയുടെ 2 കൊച്ചു വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പൊ വരാം. അച്ഛ, ഈ ലെവലും കൂടെ കഴിഞ്ഞിട്ട് പോകാം അച്ഛ. പറയേണ്ട ചില കാര്യങ്ങൾ ചൂടോടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവല്ലോ. മോള് കളിക്കേ. ആർച്ചയ്ക്കെന്തോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. എനിക്കത് മനസ്സിലായില്ല. ഇതിലിപ്പോ എന്താ മനസ്സിലാക്കാൻ? ആർച്ചേ, നിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ SI, നിനക്കെന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ സമൂഹത്തിലെ 10 ആള് ബഹുമാനിക്കുന്ന എന്നെപ്പോലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിന്റെ ഭർത്താവായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിന്റെ ഭാഗ്യമാണ്, അല്ലാതെ അത് അബദ്ധമല്ല. ഒരു സ്ത്രീക്ക് സർക്കാർ ജോലിക്കാരനെ ഭർത്താവെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് സത്യേട്ടനോട് ആരാ പറഞ്ഞത്? പിന്നെ എന്താണാവോ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം? ഭാര്യയാണെന്നും വേലക്കാരിയല്ലെന്ന് തിരിച്ചറിവുള്ള ഒരു ഭർത്താവ്. ഈ വീട്ടിൽ എന്തുമാത്രം പണിയുള്ളത്. ഒരു ജോലിയില്ലെങ്കിലും സത്യേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ടോ? ഈ വീട്ടിൽ ഒരാളുടെ ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അതിനും കൂടെ വേണ്ടി ജോലി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെയ്യണം. ആ, ഞാനും പഞ്ചായത്ത് മെമ്പറാ. ഞാനും അവിടെ പണിക്ക് പോകുന്നുണ്ട്. നിന്നോട് മെമ്പറാവാൻ ഞാൻ പറഞ്ഞോ? മര്യാദക്ക് വീട്ടിൽ ഇരിക്കേണ്ടതിന് പകരം എടുത്ത് ചാടി തലയിൽ വാങ്ങി വെച്ച കുരിശല്ലേ. ചുമ്മാ തെക്ക് വടക്ക് നടന്ന് നാട്ടുകാരുടെ പരാതിയും കേട്ട് വെറുതെ സമയം കളയാനൊരു പണി. അത് 10 വയസ്സോട് ഗുണമുണ്ടോ? ഇല്ല. വീട്ടിലെന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ എന്റെ ശമ്പളം തന്നെ വേണം. പൈസ മാത്രമാണോ കാര്യം? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന വലിയ കാര്യമല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നീ അടുക്കളയിൽ ജോലി ചെയ്യണതും എന്റെ യൂണിഫോം തേക്കണതൊക്കെ എനിക്ക് ചെയ്യണ ഒരു ഉപകാരമായിട്ട് കൂട്ടിക്കോ. നാട്ടുകാർക്ക് എന്തോ ഒരു ഉപകാരങ്ങൾ നീ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ അതിന് കണക്ക് പറയുക. എന്റെ കാര്യം വിട്, നമ്മുടെ മോളുടെ കാര്യം എടുക്കാം. മോക്കെന്ത് പ്രശ്നം? പഠിക്കാനുള്ള എന്തെങ്കിലും സത്യേട്ടൻ നമുക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? വേണ്ട. വല്ലപ്പോഴും ഒരു ചോക്ലേറ്റ് വാങ്ങി കൊടുക്കാറുണ്ടോ? വലിയ ശമ്പളമൊക്കെ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥല്ലേ. പിള്ളേർ ഈ പ്രായത്തിൽ അങ്ങനെ ചോക്ലേറ്റ് തിന്നണത് നല്ലതല്ല. ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടത് പോഷകമൂല്യമുള്ള ആഹാരമാണ്. എന്നാ അത് വാങ്ങി കൊടുക്ക്. അവർക്ക് വേണ്ട പോഷകമൂല്യമുള്ള ആഹാരമെല്ലാം ഇവിടെ ഉണ്ട്. കാശ് ചെലവാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പറയുന്ന മുട്ടാപ്പോക്ക്. ഒരു മുട്ടാപ്പോക്കും ഇല്ല. എൻ്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് ആർച്ചയുടെ ഉപദേശം വേണ്ട.